SS2 9ാമത്തെ അധ്യായമായ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന ഭാഗത്തിലെ 3ാം ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ബാങ്കുകളെ അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയി തരംതിരിക്കാം. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. കഴിഞ്ഞ ഭാഗങ്ങളിലായി നാം വാണിജ്യ ബാങ്കുകളുടെ പ്രത്യേകതകളാണ് ചർച്ച ചെയ്തത്. ഇനി നാം മറ്റു ബാങ്കുകളുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യം സഹകരണ ബാങ്കുകൾ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ അങ്ങാടികളിലെല്ലാം ഇവ പ്രവർത്തിക്കുന്നത് കാണാം. കോട്ടക്കൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കോൽക്കളം കോപ്പറേറ്റീവ് ബാങ്ക് എന്നീ പേരുകളിലെല്ലാം നമ്മുടെ നാട്ടിൽ ഇത്തരം ബാങ്കുകൾ സുപരിചിതമായിരിക്കും. എന്താണ് ഇവയുടെ സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്നും ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. ഇതാണ് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഇങ്ങനെയുള്ള സഹകരണ ബാങ്ക് അതിൻ്റെ അടിസ്ഥാന തലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കാണ് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് രംഗത്തെ ഏറ്റവും ഉയർന്ന സ്ഥാപനം. പിന്നീട് ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രാദേശിക സഹകരണ ബാങ്കുകൾ. അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തൊട്ടടുത്ത ബോക്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. വായിച്ച് മനസ്സിലാക്കുക. 3ാമത് ഇനം ബാങ്കാണ് വികസന ബാങ്കുകൾ. വ്യവസായങ്ങളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം, കാർഷിക രംഗത്തെ പുത്തൻ പരിഷ്കാരങ്ങൾ, ശാസ്ത്രീയ ഉപാധികൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. വികസന ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന ബാങ്ക്. അടുത്തത് 4ാമത്തെ ഇനം ബാങ്കാണ് സവിശേഷ ബാങ്കുകൾ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളാണ് ഇത്. ഇത്തരം ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ആ ബാങ്കുകൾ ഏതൊക്കെയാണെന്നും നിങ്ങളൊരു ചാർട്ടിലൂടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആദ്യം എക്സിസ് ബാങ്ക്, എക്സിം ബാങ്ക്, പിന്നീട് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, പിന്നെ നബാർഡ്. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റു ചില ബാങ്കുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മഹിളാ ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, മുദ്രാ ബാങ്ക്. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അടുത്തതായി നിങ്ങൾക്ക് കാണാം. മഹിളാ ബാങ്ക് 2013 നവംബറിലാണ് ആരംഭിച്ചത്. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നു, എന്നാൽ കൂടുതലും വനിതകൾക്കായിരിക്കും വായ്പ നൽകുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ SBIയിൽ ലയിപ്പിക്കപ്പെട്ടു. മറ്റൊരു തരം വികസന സവിശേഷ ബാങ്കാണ് പേയ്മെൻറ്റ് ബാങ്ക്. പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രത്യേകത, കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടതാണിത്. ഇവയുടെ സവിശേഷതകൾ: 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കൂ. നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ നിശ്ചയിച്ച പലിശ നൽകും. വായ്പ നൽകുന്നില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായി ഈടാക്കും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. മറ്റൊന്ന് മുദ്രാ ബാങ്കാണ്. ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. ചെറുകിട സംരംഭങ്ങൾക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഇത്രയും പറഞ്ഞവയാണ് പ്രധാനപ്പെട്ട ബാങ്കിംഗ് സ്ഥാപനങ്ങൾ. ചുരുക്കത്തിൽ വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, മറ്റു സവിശേഷ ബാങ്കുകൾ. ഇവയാണ് വിവിധ തരം ബാങ്കുകൾ. ഇനി നമ്മൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന വിഭാഗത്തെ മനസ്സിലാക്കുകയാണ്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്കുകൾ നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണിവ. നിക്ഷേപങ്ങൾ സ്വീകരിക്കും, വായ്പകൾ നൽകും, എന്നാൽ ചെക്ക്, DD ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കൽ, മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കില്ല. ഇത്തരം
സേവനങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഇവ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന്, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. ഭാരത റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇവയുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ ഹയർ പർച്ചേസിന് വായ്പ നൽകുക, വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ, വീട് നിർമ്മാണത്തിന്, സ്വർണ്ണപ്പണയത്തിന് മേൽ വായ്പ നൽകുക, സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുക, ചിട്ടികൾ നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് അഥവാ KSFE ആണ്. രണ്ടാമത്തെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ് മ്യൂച്വൽ ഫണ്ട്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോഴും അവർക്ക് അതിന് പിന്നിലുള്ള അജ്ഞത പ്രവർത്തിക്കുന്നത് കൊണ്ടും മ്യൂച്വൽ ഫണ്ടിൻ്റെ സഹായത്താൽ ഓഹരി കമ്പോളങ്ങളിൽ നമുക്ക് നേരിട്ട് ഇടപെടാൻ കഴിയും. നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുന്നു. അത്തരം മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ UTI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട് എന്നിവ. മൂന്നാമത്തെ ഇനം ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് ഇൻഷുറൻസ് കമ്പനികൾ. വ്യക്തികളുടെയും സ്വത്തിൻ്റെയും വസ്തുക്കളുടെയും സാമ്പത്തിക സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ഇൻഷുറൻസ് കമ്പനികൾ. സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത ക്ഷേമവും ഉറപ്പു നൽകുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിൽ സ്ഥാപിച്ചു. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇന്ന് ധാരാളം ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC. അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. മറ്റൊരു സാമ്പത്തിക നടപടിക്രമമാണ് മൈക്രോ ഫിനാൻസിങ്. നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നീ പേരിൽ അറിയപ്പെടുന്ന പുതിയ കാലത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളാണ് മൈക്രോ ഫിനാൻസിങ് എന്നറിയപ്പെടുന്നത്. സാധാരണക്കാർക്ക് ലഘു വായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം. സമൂഹത്തിൻ്റെ താഴ്ന്ന വരുമാനക്കാരിൽ നിന്നും സമ്പാദ്യശീലം വളർത്തുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഇവിടെ ലക്ഷ്യം. ഇവയുടെ മറ്റു പ്രധാന ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വ്യക്തികളിൽ നിന്നും പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു, പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു, സമ്പാദ്യശീലം വളർത്തുന്നു, വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു, അംഗങ്ങൾക്ക് ആവശ്യമായ സമയത്ത് വായ്പ നൽകുന്നു, ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഒരു പ്രദേശത്തെ സ്ത്രീകൾ അഥവാ പുരുഷന്മാർ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇത്തരം മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇവ സുപരിചിതമാണ്. അവയുടെ പ്രത്യേകതകൾ കണ്ടെത്തി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക.